ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ കടക്കാം. മഹാനിർദയൻ, നിർവീര്യൻ എന്നെല്ലാം ലോകം എന്നെ പഴിക്കും. വൈദേഹി വേർപെട്ടപ്പോൾ എൻ്റെ ഭീരുത്വം വ്യക്തമായി തീർന്നു. വനവാസം കഴിഞ്ഞ് അയോധ്യയിലെത്തുന്ന എന്നോട് കുശലപ്രശ്നം ഓതുന്ന ജനക മഹാരാജാവിനോട് ഉത്തരമെന്താണ് ഞാൻ പറയുക? സീതാസമേതനല്ലാത്ത എന്നെ കണ്ടാൽ പുത്രീവത്സലനായ ആ വൃദ്ധമഹീപതി മോഹാലസ്യപ്പെട്ട് വീഴും. അല്ലെങ്കിൽ ഭരതൻ പരിരക്ഷിക്കുന്ന അയോധ്യയിലേക്ക് ഞാൻ ഇനി പോകുന്നില്ല. സീത ഒന്നിച്ചില്ലെങ്കിൽ സ്വർഗവും കൂടി ശൂന്യമാണ് എനിക്ക്. ലക്ഷ്മണ, എന്നെ അരണ്യത്തിൽ വിട്ട് നീ അയോധ്യയിലേക്ക് പോകൂ. സീതയില്ലാതെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് സംശയിക്കേണ്ട. ഭരതനെ ഗാഠഗാഠം പുണർന്നുകൊണ്ട് ഇങ്ങനെ പറയണം: അയോധ്യ രാജ്യം പരിപാലിക്കുവാൻ ജ്യേഷ്ഠൻ അനുജ്ഞ തന്നിരിക്കുന്നു. അനുജ, എൻ്റെ ചെറിയമ്മ സുമിത്രാദേവിയെയും കൈകേയി ദേവിയെയും അമ്മ കൗസല്യാദേവിയെയും യഥാവിധി വന്ദിച്ച് എൻ്റെ വർത്തമാനങ്ങൾ വിശദമായി പറയണം. എൻ്റെ അമ്മയെ നീ ശ്രദ്ധിക്കണം, രക്ഷിക്കണം. ശത്രു സംഹാരകനായ ഉണ്ണി സീതയുടെയും എൻ്റെയും വിനാശവർത്തമാനം വിസ്തരിച്ച് പറയണം. ഇങ്ങനെ രഘുവരൻ ത്രൈലോക്യസുന്ദരരത്നമായ ധർമ്മധാരങ്ങളെ കാണാതെ വിലപിക്കുമ്പോൾ ഭയശോകങ്ങളാൽ വേവുന്ന ഹൃദയത്തോടെ കുമാരലക്ഷ്മണൻ ഇത് കർത്തവ്യതാമൂഢനായി വളരെ നേരം സ്തംഭിച്ചു നിന്നു. പത്നി വിയോഗത്താൽ ദുഃഖവും കാമവും അടിക്കടി വർദ്ധിക്കുന്ന രാജനന്ദനൻ ആകെ മ്ലാനവദനായി. അഗ്രജന്റെ മുഖഭാവം കണ്ട അനുജന്റെ ഹൃദയം ദുഃഖാഗ്നിയിൽ വെന്ത് എരിഞ്ഞു തുടങ്ങി. വ്യസനാബ്ധിയിൽ മുഴുകിയ ശ്രീരാമനാകട്ടെ ചുടുനെടുവീർപ്പുകൾ ഇട്ട് കണ്ണീരൊഴുക്കി ഗദ്ഗത സ്വരത്തിൽ വീണ്ടും പറഞ്ഞു: ലക്ഷ്മണ, ഈ ഭൂമിയിൽ എന്നെപ്പോലെ പാപകർമ്മം ചെയ്തിട്ടുള്ളൊരുവൻ രണ്ടാമനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അയാൾ കൊണ്ട് ഇങ്ങനെ ഹൃദയം പിളരുന്നത് മറ്റൊരാളിൽ ഉണ്ടാകില്ല. എനിക്ക് തോന്നിയ പോലെ അനേകം പാപകർമ്മങ്ങൾ പൂർവ്വജന്മത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെയെല്ലാം മൂപ്പ് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. ലക്ഷ്മണ, രാജ്യഭ്രംശം, ബന്ധുജനങ്ങളുടെ വിയോഗം, അച്ഛൻ്റെ ചരമം, അമ്മയെ പിരിഞ്ഞിരിക്കൽ, ഇവ ഓരോന്നോരോന്നായി എൻ്റെ ചിന്തയിൽ കയറി വന്ന് സങ്കടത്തെ പർവ്വതം പോലെ വലുതാക്കുകയാണ്. ശൂന്യമായ ഈ കോരാരണ്യത്തിൽ വന്നപ്പോൾ ഗമിച്ചിരുന്ന ദുഃഖങ്ങളെല്ലാം ഇതാ സീതയുടെ വേർപാടിനാൽ എരിയുന്ന തീയിൽ ഉണക്കവിറക് ഇട്ടതുപോലെ ആളിക്കത്തുന്നു. കുമാര, അരക്കനൊരുവൻ പാളി പതുങ്ങി വന്ന് എൻ്റെ ധർമ്മപത്നിയെ കവർന്ന് ആകാശത്തിൽ ഉയർന്നപ്പോൾ ഭയത്തോടെ ദീനദീനം വിലപിച്ചിരിക്കും. മനോഹരമായ രക്തചന്ദനം പൂശിയാൽ ഏറ്റവും അധികം ശോഭിക്കുന്ന ആ വട്ടമൊത്ത കൊങ്കകൾ പാഴ്ചോര കൊണ്ട് നിറം മങ്ങിയിരിക്കും. മൃദുനാദത്തിൽ പ്രലാപങ്ങൾ ഉതിർക്കുന്ന ആ കോമളവദനത്തെ രാഹുപൂർണ്ണ ചന്ദ്രനെ എന്ന പോലെ നക്തഞ്ചുരൻ വിഴുങ്ങിയിരിക്കും. എൻ്റെ അനുജ ലക്ഷ്മണ, അമൂല്യ രത്നഹാരങ്ങൾ അണിയുന്ന ആ സാധ്വിയുടെ കഴുത്ത് നിശാചരൻ നിർജ്ജന സ്ഥലത്ത് വെച്ച് കീറിപ്പിളർന്ന് രക്തം കുടിച്ചിരിക്കും. ശൂന്യമായ ഈ വൻകാട്ടിൽ ഞാനില്ലാത്ത സമയത്തിൽ എൻ്റെ പ്രിയയെ രാക്ഷസന്മാർ വലിച്ചിഴയ്ക്കുമ്പോൾ കുരൂരി പക്ഷിയെപ്പോലെ ദീനദീനം കരഞ്ഞിട്ടുണ്ടായിരിക്കും. നോക്കൂ ലക്ഷ്മണ, ഈ പാറപ്പുറത്ത് എൻ്റെ സമീപത്ത് ചാരിയിരുന്ന് മധുരമന്ദഹാസത്തോടെ 100 കൂട്ടം കാര്യങ്ങൾ സീത എന്നോട് പറഞ്ഞിരുന്നത് നീ കേട്ടിട്ടില്ലേ? പവിത്ര ജലമാർന്ന ഈ പുണ്യ ഗോദാവരി നദി ജാനകിക്ക് എത്രമാത്രം പ്രിയം ഏറിയതാണ്. ഒരുപക്ഷെ അവിടേക്ക് പോയിരിക്കുമോ? ഇല്ല, അവൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാറില്ല. താമരപ്പൂവിന് തുല്യമാണ് ദേവിയുടെ മുഖം. താമരപ്പൂ വിതൽ പോലെയാണ് ആ വിശാല നയനങ്ങൾ. ഉണ്ണി, താമരപ്പൂ എൻ്റെ സീതയ്ക്ക് എത്രമാത്രം ഇഷ്ടമാണ്. ഒരു പക്ഷേ പൂക്കൾ കൊണ്ടുവരാൻ സരസിലേക്ക് പോയിരിക്കുമോ? ഇല്ല, എന്നോടുകൂടി അല്ലാതെ പൂ പറിക്കാൻ പോകാറില്ല. മനോഹര കുസുമങ്ങൾ വികസിച്ച് മാതകപക്ഷിനാഥങ്ങൾ ഉയരുന്ന വൃക്ഷത്തോപ്പിലേക്ക് പോയതായിരിക്കുമോ? ഇല്ല, ഭീരുവായ അവൾ ഒരിക്കലും ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകുകയില്ല. ഭയപ്പെടും. ലോകം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും ദൃക്സാക്ഷിയായ ആദിത്യ ഭഗവാനെ, സത്യാസത്യങ്ങളുടെ കർമ്മസാക്ഷിയാണല്ലോ അവിടുന്ന്. എൻ്റെ പ്രിയതമ എങ്ങോട്ടാണ് പോയത്? ആരെങ്കിലും അവളെ അപഹരിച്ചുവോ? എങ്കിൽ ആരാണത്? ദുഃഖിതനായ എന്നോട് യാഥാർത്ഥ്യം പറയണേ. സർവചരാചരങ്ങൾക്കും താങ്ങായി നിൽക്കുന്ന വായു ഭഗവാനെ, ലോകത്തിൻ്റെ ഏതു ഭാഗത്തിൽ എന്തു നടന്നാലും അറിയുന്നവനാണല്ലോ അവിടുന്ന്. കുലവധുവായ ജാനകി ദേവി വഴിയിലെങ്ങാനും നിൽക്കുന്നുണ്ടോ? ആരെങ്കിലും കട്ടുകൊണ്ടുപോയോ? അഥവാ മരിച്ചുവോ? ഇങ്ങനെ ബോധമറ്റവനെ പോലെ ശ്രീരാമൻ അതിവ്യസനത്തോടെ ശരീരം തളർന്ന് വിലപിച്ചു. ന്യായത്തിൽ പതറാതെ നിൽക്കുന്ന ലക്ഷ്മണൻ ഉൾക്കരുത്ത് വിടാതെ കാലോചിതമായി ഇപ്രകാരം ഉണർത്തി:
പ്രഭോ, അവിടുന്ന് ദുഃഖം അടക്കണേ, ധൈര്യം വീണ്ടെടുക്കണേ. ഉത്സാഹികളായ ഉത്തമ പുരുഷന്മാർക്ക് ദുസാധങ്ങളായ കർമ്മങ്ങൾ അഭിമുഖമായി വന്നാലും തളർച്ച ഉണ്ടാകില്ല. പുരുഷോത്തമനായ അവിടുത്തെ ഹൃദയം ചഞ്ചലം ആകരുതേ. അത്യുഗ്ര പൗരുഷത്തോടുകൂടി ലക്ഷ്മണന്റെ ധീരപൂർണമായ വാക്കുകൾ കേട്ടിട്ടും രഘുവംശനായകന് സമാധാനം വന്നില്ല. സീതാവിയോഗ ദുഃഖം ആ ഹൃദയത്തെ അത്രയും തരളിതം ആക്കിയിരുന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.